റേഷൻ കടയിൽ നിന്ന് എല്ലാ മാസം കിട്ടിട്ടോ കുറച്ച് മട്ടരി. ഇത് കിട്ടിയിട്ട് ഇപ്പം എന്താ പ്രയോജനം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ചോറ് വെച്ചാലും കഞ്ഞി വെച്ചാലും ഒന്നും ആർക്കും പോവില്ല. പിന്നെ ഇപ്പം ഞാൻ അതുകൊണ്ട് ചെയ്യലെന്താ വെച്ചാൽ ഞാൻ പുട്ടുണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കണമെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ മട്ടരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. എന്നിട്ട് രാവിലെ അത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഇതേപോലെ ഒന്ന് വെള്ളം വലാൻ വേണ്ടി വെക്കണം കേട്ടോ. ഒരു 5-10 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കരുത് കേട്ടോ. പിന്നെ വീട്ടിൽ പോയപ്പോഴേ അവിടുന്ന് നല്ല ഫ്രഷ് ആയിട്ട് ഉമ്മാൻ്റെ തോട്ടത്തിൽ ഓർഗാനിക് ആയിട്ടുള്ള പഴവും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കണ്ടിട്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കാൻ ഒരുങ്ങിയത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും പുട്ടും പഴമാണ് ഇഷ്ടം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ പിന്നീട് അത് കൈ നനക്കലും കുഴക്കലും പരിപാടിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റിൽ കൂടുതൽ വെക്കരുത് എന്ന് പറഞ്ഞത്. ഒരുപാട് ഡ്രൈ ആയാൽ പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കേണ്ട ആവശ്യം വരും. കൈ നനക്കാതെ കുഴക്കാതെ അതൊന്നും പറയുന്നില്ല, കൈ എങ്ങനെയായാലും നനയും. ഇത്രയിനൊക്കെ ചെയ്ത് വരുമ്പോൾ കൈ നനയാതിരിക്കുമോ? കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഡ്രൈ ആക്കി വെക്കാതെ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ പിന്നീട് നനച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊരു നനവ് പോലെ തന്നെ ഉണ്ടാവും. പിന്നെ പുട്ടുണ്ടാക്കിയിരിക്കുമ്പോൾ ഒരു സോഫ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പുട്ടും തൂക്കൊക്കെ തൂക്കല്ലല്ലോ, പുട്ടും കുറ്റിയൊക്കെ ഒന്ന് നിറച്ച് ആവിക്ക് വേവിച്ചെടുക്കാൻ കേട്ടോ. ഇനി ഇത് സോഫ്റ്റ് പുട്ടാകുമോ എന്ന് ചോദിച്ചാൽ അടിപൊളി സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പം അറിയാലോ. അപ്പോൾ മട്ടരിയൊക്കെ വെറുതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാടെ കിടക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താളിട്ടോ. കടലക്കറീൻ്റെ കൂടെ എങ്ങനെയായാലും അടിപൊളിയാണ്. ഇവിടെ പിന്നെ പുട്ടുക്ക് പഴമാണ് ഇവിടെ എല്ലാവർക്കും നിർബന്ധം. അപ്പോൾ പിന്നെ നമുക്ക് സുഖമാണ്, രാവിലെ പ്രത്യേകിച്ച് കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പുട്ടും പഴം കൂട്ടി നല്ല അടിപൊളി ചായയും കുടിച്ചു.